ഭൂമി കയ്യേറ്റവും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ജില്ലകളിലൊന്നാണ് ഇടുക്കി. അവിടെ ചൊക്രമുടിയിൽ വലിയ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കുറേ പുറത്തു വന്ന റിപ്പോർട്ടുകൾ, വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. കയ്യേറ്റക്കാർ ഭൂമി കൈവശപ്പെടുത്തിയത്, അതായത് പലരുടെയും ഒത്താശയോട് കൂടിയിട്ടാണ് ഈ നടപടികളൊക്കെ നടന്നതെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിക്ക് നിവേദനമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്ന് കാണിച്ച മെജോ ജോസഫ് കഴിഞ്ഞ വർഷമാണ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നത്. ചൊക്രമുടിയിൽ കയ്യേറ്റം നടത്തിയതിനും വന്യമൃഗങ്ങൾ ഏറെയുള്ള പ്രദേശത്താണ് എന്നൊക്കെയാണ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിനിലും ജെയിനസ് രാജുവുമാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യം ബിനിലേക്ക്. ബിനിൽ, വളരെ നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇത് എത്ര നടപടികളുണ്ടായാലും കോടതിയുടെ ഇടപെടലുണ്ടായാലും ഒക്കെ കയ്യേറ്റം ഇങ്ങനെ ഒരു തടസ്സവുമില്ലാതെ ഇടുക്കിയിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് നടപടികൾ പോകുന്നത്? കയ്യേറ്റക്കാർ കുടുങ്ങുമെന്നൊരു പ്രത്യാശയുണ്ടോ ശരിക്കും? ദിവിഷേ, ഈ കയ്യേറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ കയ്യേറ്റക്കാർ ഇടുക്കിയിലൊക്കെ പയറ്റുന്ന ഒരു രീതി എന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമി അങ്ങ് കയ്യേറിയെടുക്കുക എന്നതാണ്. ഇവിടെ ഒരു പട്ടയം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി സർക്കാരിനെ കൊണ്ട് തന്നെ അളന്നെടുക്കുകയാണ് ചെയ്തത്. അതിന് വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ നമ്മൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ആ റിപ്പോർട്ടിൻ്റെ കൂടുതൽ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റവന്യൂ മന്ത്രിക്ക് ഒരു നിവേദനം നൽകിക്കൊണ്ടാണ് ഈ നടപടിക്രമങ്ങളെല്ലാം മൈജോ ജോസഫ് വേഗത്തിലാക്കിയത് എന്നതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ 2016 മുതൽ ഈ ഒരു പട്ടയം ഉപയോഗിച്ചുകൊണ്ട് ആ പട്ടയത്തിൽ പറയുന്ന ഭൂമി കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങൾ ഈ മൈജോ ജോസഫ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇടുക്കിയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ അതിനൊന്നും ഒരു നടപടിയും എടുത്തില്ല. 2016-ലും 2023-ലും ഒക്കെ തന്നെ അദ്ദേഹം പലരെയും കണ്ടു. പക്ഷേ അവരാരും ഇതിൽ നടപടിയെടുത്തില്ല. തുടർന്ന് റവന്യൂ മന്ത്രിക്കൊരു നിവേദനം നൽകുകയാണ്. മകളുടെ വിവാഹ ആവശ്യത്തിന് സാമ്പത്തികം കണ്ടെത്തണം, അതിനുവേണ്ടി ഈ ഭൂമി വിൽക്കുകയോ പണയപ്പെടുത്തുകയോ വേണം, അതുകൊണ്ട് ഈ പട്ടയത്തിൽ പറയുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ മന്ത്രിക്കൊരു നിവേദനം നൽകുകയാണ്. ഈ നിവേദനം പരിശോധിക്കുമ്പോൾ ആ നിവേദനം ഒരു തീയതി ഇല്ലാതെയാണ് ആ നിവേദനം നൽകിയിരിക്കുന്നത്. അത് തന്നെ ഒരു അസ്വാഭാവികമായ ഒരു നടപടിയാണ്. തീയതിയില്ലാതെ മൈജോ ജോസഫ് നൽകിയ ആ നിവേദനം കഴിഞ്ഞ വർഷം ജൂൺ 9-ാം തീയതി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടുക്കി കളക്ടറേറ്റിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം വേഗം കൂടുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് ഇതിൽ വേഗത്തിലുള്ള നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ട് ആ നിവേദനം താഴേക്ക് നൽകുന്നു. അതോടുകൂടി ഈ ശരവേഗത്തിലായിരുന്നു പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ പോക്ക്. ഈ പട്ടയം പരിശോധിക്കുന്നു, പട്ടയത്തിലെ ആ ഭൂമി കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെയാണ് ഈ ചൊക്രമുടിയിൽ ഇപ്പോൾ വിവാദമായിട്ടുള്ള ഭൂമി ഇവർക്ക് അളന്ന് തിട്ടപ്പെടുത്തി നൽകുന്നത്. അവിടെ നിന്നാണ് ജെയിനസ് രാജു കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ജെയിനിലേക്കൊന്ന് പോവാം. ജെയിനാണ് ഈ ചൊക്രമുടിയിലെ ഈ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം തുടക്കം മുതലേ നടന്നു. മറ്റെവിടെയും ഇല്ലാത്ത തരം ഒരു കയ്യേറ്റമാണ് എന്ന് ബിന്നിൽ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജെയിൻ, ഇനി ഇതിൽ തുടർ നടപടികൾ എന്താവും? ആദ്യം ഈ പ്രാരംഭാവേശത്തിൽ ഒതുങ്ങി നിൽക്കുമോ? തുടർ നടപടികൾ എന്താവും? അവർക്ക് നിയമ നടപടികൾ ഉണ്ടാവുമോ ഇവർക്കെതിരെ? തീർച്ചയായിട്ടും നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും നിഗമനങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആ മേഖലയിൽ ഉണ്ടായ പരിസ്ഥിതി നാശവും അതുമൂലം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണിയുമാണ്. അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരയാടുകളുള്ള ഒരു സ്ഥലമാണ്. വരയാടുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ പാറ പൊട്ടിക്കുകയും അതുവഴി പുതിയ റോഡ് നിർമ്മാണമൊക്കെ നടത്തുകയും ചെയ്യുന്നത്. ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച ഒരു സ്റ്റോപ്പമോ നൽകിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നത് ഈ ഉദ്യോഗസ്ഥ കയ്യേറ്റ ബന്ധത്തെ കൂടുതൽ സാധൂകരിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് 2 പേർക്ക് അവിടെ വീട് നിർമ്മിക്കുന്നതിന് NOC നൽകി. കൂടാതെ 5 പേർ കൂടി NOCക്കായി അപേക്ഷ നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ അതിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇടുക്കിയിലെ മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന കെ മനോജിന്റെ പേര് ഇതിനു മുമ്പും പല കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട വഴിവിട്ട് ഇടപെടലിൽ അതാണ് ജെയിൻ നമ്മളും വിചാരിക്കുന്നത്. ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ നടപടിക്ക് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചവർക്കെതിരെയും കൃത്യമായ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണം, ശിക്ഷാ നടപടി സ്വീകരിക്കണം. ഇതുവരെ കേരളത്തിൽ കാണാത്ത രീതിയിലുള്ള തട്ടിപ്പിന് എന്തൊക്കെ വഴികളാണ് ആളുകൾ
തേടുന്നതെന്നാണ് വ്യക്തം. എന്തായാലും ആ തട്ടിപ്പ് ഒരുപാട് കാലം നീണ്ടില്ല, കൃത്യമായി അത് വെളിച്ചത്ത് വന്നു എന്നാണ്. ഇനി കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ എന്നതാണ്.